യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്നാൽ എപ്പോഴാണ് യൂറിക് ആസിഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് മാറുന്നത്? യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്? അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയ ഒരാൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അവരെന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം? ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. എന്താണ് യൂറിക് ആസിഡ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കിടയിലുള്ള പ്രോട്ടീനും ലിവറിൽ വന്നിട്ട് വിഘടിപ്പിക്കും. അത് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ഘടകത്തെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്യൂരിൻ എന്ന് പറയുന്നത് പ്യൂരിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് കിഡ്നിയിൽ വെച്ച് ശുദ്ധീകരിച്ച് ഒരു 70% യൂറിനിലൂടെ പുറത്തേക്ക് പോകും. എന്നാൽ 30% യൂറിക് ആസിഡാണ് മലം വഴി പുറത്തു പോകുന്നത്. ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് പ്രമേഹമുള്ളവരിലും അതുപോലെ തന്നെ ഒബേസിറ്റി ഉള്ളവരിലും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി യൂറിക് ആസിഡ് വരാനുള്ള കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ യൂറിക് ആസിഡ് എപ്പോഴാണ് വില്ലനായിട്ട് മാറുന്നത്? അതിന് മുന്നേ ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് നോർമലായിട്ട് എല്ലാവരുടെ ബോഡിയിലും ഉണ്ട്. ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും യൂറിക് ആസിഡ് ഉണ്ട്. ഈ യൂറിക് ആസിഡാണ് നമ്മുടെ പ്രതിരോധത്തെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മുടെ നെർവിനെ, അതായത് നാഡികളെ സ്റ്റിമുലേറ്റ് ചെയ്യാനും യൂറിക് ആസിഡ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് എപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഘടകമാണ്. ഇത് നോർമലിനേക്കാൾ കൂടുതൽ ഹൈ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നത്? നമ്പർ 1 എന്ന് പറയുന്നത്, ഇപ്പോൾ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീൻ കൂടുകയും ഈ കിഡ്നിക്ക് ഈ ഒരു യൂറിക് ആസിഡിനെ അരിച്ചു കളയാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിഡ് കൂടി നിൽക്കുക. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക? മെയിനായിട്ട് ഇപ്പോൾ ഒ.പിയിൽ വരുന്നവർ പറയും സന്ധിവേദനയായിട്ടാണെന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരും. സന്ധിവേദനയാണെന്ന് പറഞ്ഞ് പേഷ്യൻസ് വരും. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ കാലിൻ്റെ തള്ളവിരലിൻ്റെ അവിടെ ഒരു ബൾജിങ് ഉണ്ടാവും, ഇങ്ങനെ പൊന്തി നിൽക്കും. നമ്മൾ ചോദിക്കും, ഹിസ്റ്ററി നമ്മൾ ചോദിക്കും യൂറിക് ആസിഡ് ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറയും യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ യൂറിക് ആസിഡ് നോർമലായി എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ യൂറിക് ആസിഡ് ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ സന്ധിവാതം ഉള്ളവരിൽ യൂറിക് ആസിഡ് കൂടുതലാണ്. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ ജോയിൻസിൽ വരുന്ന വേദനയാണ്. അതായത് കാലിൻ്റെ തള്ളവിരൽ, അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റിൽ, മുട്ടിൽ, കൈകളുടെ ജോയിൻസിൽ, റിസ്റ്റിൽ, ഇവിടെയൊക്കെയാണ് വേദനകൾ കാണുന്നത്. യൂറിക് ആസിഡ് ഹൈ എമൗണ്ടിൽ, അതായത് ഹൈ ലെവലിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യൂറിക് ആസിഡ് റിപ്പീറ്റഡ് ആയിട്ട് അവിടെ ഒരു ഡെപ്പോസിഷൻ നടക്കും. അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ക്രിസ്റ്റൽസ് ഒരു മുള്ള് പോലെയാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസിൽ ഒരു മുള്ള് കുത്തുന്ന പോലത്തെ വേദന അനുഭവപ്പെടും. ആ ഒരു ഭാഗത്ത് അത്യാവശ്യം പെയിനും അതുപോലെ തന്നെ നീർക്കെട്ടും ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് യൂറിക് ആസിഡ് ഉള്ളവർ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അത് കിഡ്നിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. കിഡ്നിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ കിഡ്നി സ്റ്റോൺ ആയിട്ട് വരും. അപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ പേഷ്യൻസ് കാണിക്കും. അതായത് അടിവയർ വേദന, സൈഡിലായിട്ടുള്ള വേദന, റെഫേർഡ് പെയിൻ, ബാക്കിലേക്ക് വേദന വരിക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ കൂടെ രക്തം കാണുക, ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു കിഡ്നി സ്റ്റോണിലേക്ക് വരുമ്പം പേഷ്യൻസ് കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു യൂറിക് ആസിഡിൻ്റെ വേദന നല്ല സഹിക്കാൻ പറ്റാത്ത പോലത്തെയുള്ള വേദനയായിരിക്കും. അതായത് ക്രിസ്റ്റൽസ് വന്ന് ജോയിനിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇത് മെയിനായിട്ട് കാണുന്നത് കോൾഡ് ക്ലൈമറ്റിലായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തണുത്ത ക്ലൈമറ്റിൽ നമ്മുടെ വെള്ളം ഇൻടേക്ക്, വാട്ടർ ഇൻടേക്ക് കുറവായിരിക്കും. വാട്ടർ ഇൻടേക്ക് കുറവായതുകൊണ്ട് തന്നെ യൂറിൻ ഔട്ട്പുട്ടും കുറവായിരിക്കും. യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പ്രൊഡക്റ്റിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. യൂറിൻ വഴിയാണ്, ഞാൻ പറഞ്ഞു, ഈ ഒരു കിഡ്നിയിൽ അത് ശുദ്ധീകരിച്ച് യൂറിൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറയുമ്പോൾ ഈ യൂറിക് ആസിഡിനെ പുറത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ തണുത്ത ക്ലൈമറ്റിലായിരിക്കും മെയിനായിട്ട് യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഈ പെയിൻ ഇൻക്രീസ് ആവുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? നമ്പർ 1 എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഈ ഒരു യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൂടാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നതാണ് ഒബേസിറ്റി. അതായത് വെയിറ്റ് കൂടുമ്പം ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയാണ് ചെയ്യുക.
അതായത് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂടും, ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും, അതുവഴി ഫാറ്റി ലിവർ ഉണ്ടാവും. ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കും ഈ യൂറിക് ആസിഡിൻ്റെ ലെവല് കൂടി നിൽക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു BMI നോക്കുകയാണെങ്കിൽ 18 മുതൽ 24 വരെയാണ് നമുക്ക് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 18 മുതൽ 24ൻ്റെ ഉള്ളിലായിരിക്കണം. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒബേസിറ്റി അതിലേക്ക് ലീഡ് ചെയ്യും. അപ്പം ഈ ഒബേസിറ്റി ഉള്ളവരിലും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്പർ 3 എന്ന് പറയുന്നത് ഡയബറ്റിസ് ഉള്ളവരിലും ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി കാണുന്നുണ്ട്. പിന്നെ പുരുഷന്മാരിൽ, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി വരുന്നത്. വേറൊന്നുമല്ല, ആൽക്കഹോളിൻ്റെ ഇൻടേക്ക്, അത് ബിയർ ആണെങ്കിലും അത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ, സ്ത്രീകളിലെ മെൻസസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളിലാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം വളരെ കുറവായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഈ സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ ഹൈ ആയിരിക്കും ആ ഒരു ടൈമിൽ. ഈ ഈസ്ട്രോജൻ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കും. അതായത് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ തന്നെ അത് മൂത്രം വഴി പുറത്തേക്ക് പോകാൻ സഹായിക്കും ഈ ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറയുന്നത്. എന്നാൽ മെൻസസ് നിന്ന ഒരു സ്ത്രീക്ക്, അതായത് ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളിലാണ് യൂറിക് ആസിഡ്, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ യൂറിക് ആസിഡ് കുറച്ച് കൂടി നിൽക്കാൻ കാരണം, പുരുഷന്മാരിലാണ് കൂടുതൽ, പക്ഷേ ഈ ഒരു ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് കുറവാണ്. അതുവഴി യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വേറൊരു റീസണാണ് വ്യായാമം ഇല്ലാത്തത്. എക്സസൈസ് മസ്റ്റാണ്. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂവ് ചെയ്യുമ്പം അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും അവിടെ ഒരു യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരികയും ചെയ്യും. അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 40 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം അവോയ്ഡ് ചെയ്യണം? അപ്പം യൂറിക് ആസിഡ് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അതായത് ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ്, അതുപോലെ ഓർഗൻ മീറ്റ്, ഹാർട്ട്, ലിവർ, ഇതൊക്കെ നമ്മുടെ യൂറിക് ആസിഡ് കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾ, അത് ബിയർ കുടിക്കുന്നതാണെങ്കിലും ഈ യൂറിക് ആസിഡിൻ്റെ ലെവല് കൂടും. നെക്സ്റ്റ് വണ്ണാണ് പച്ചക്കറികൾ. അതായത് ചില പച്ചക്കറികൾ കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് ലെവല് കൂടും. അതിൽ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അതാണ് യൂറിക് ആസിഡ് കൂട്ടുന്നത്. അതായത് ചീര, അതുപോലെ കോളിഫ്ലവർ, ഗ്രീൻ പീസ്, മഷ്റൂം, ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഇപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബ്രെഡ്, ബണ്ണ്, ഇതിലൊക്കെ ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. നെക്സ്റ്റ് ആണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്. ഇപ്പം നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും അതിൽ അവർ ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള കോൺ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? അതായത് ഈ യൂറിക് ആസിഡിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം? മെയിനായിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് നാരങ്ങ, ദിവസവും നിങ്ങൾ ഒരു ഗ്ലാസ് വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അത് pH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നമ്പർ 2, ചെറീസ് കഴിക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഓറഞ്ച്, ഇതൊക്കെയാണ് വൈറ്റമിൻ സി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പച്ച പപ്പായ, അതുപോലെ തന്നെ ഏത്തപ്പഴം. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 2 ഫുഡുകളാണ്. അതായത് പച്ച പപ്പായയും ഏത്തപ്പഴവും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂറിക് ആസിഡ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞു പെയിനും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടും ഉണ്ടാവും. ഈ നീർക്കെട്ട് കുറയ്ക്കാൻ ഈ പച്ച പപ്പായയും അതുപോലെ ഏത്തപ്പഴവും സഹായിക്കും. അപ്പോൾ ഫുഡിൽ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറൊരു റീസൺ ആണ് ഷുഗർ ഉള്ളവരിൽ യൂറിക് ആസിഡ് കൂടുന്നു പറഞ്ഞു. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിലും യൂറിക് ആസിഡ് കൂടും. വെറുതെ ഇപ്പം റെഡ് മീറ്റ് കഴിക്കുക അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ഇപ്പം യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത്, വെജിറ്റേറിയൻസിലും കാണാറുണ്ട്. അതെന്താ വെജിറ്റേറിയൻസിലും കാണുന്നത്? കാരണം വെജിറ്റേറിയൻസ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്
അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കും. അതിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവും ഫൈബറും ഉണ്ടാവും, ഫൈബർലെസ്സും ഉണ്ടാവും. ഫൈബർലെസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുകയാണ് ചെയ്യുക. ഫൈബർലെസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതുവഴി യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടും. അപ്പം ഇപ്പോൾ വെജിറ്റേറിയൻസിലാണെങ്കിൽ തന്നെ കൊളസ്ട്രോൾ കൂടുന്നത് പോലെ ഈ ഒരു ഇൻസുലിൻ മെറ്റബോളിസം ഓൾട്ടർ ചെയ്യുമ്പോഴും യൂറിക് ആസിഡ് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളിൽ പോലും യൂറിക് ആസിഡ് കൂടി വരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഭക്ഷണ രീതി, അതായത് കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുക അല്ലെങ്കിൽ വ്യായാമക്കുറവ്, ഇതൊക്കെ കാരണം യൂറിക് ആസിഡിൻ്റെ ലെവൽ കുട്ടികളിൽ പോലും ഇപ്പോൾ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മെയിനായിട്ടും നിങ്ങളുടെ ജീവിതശൈലി അതിലൊരു മാറ്റം വരുത്തുക. അതുപോലെ നിങ്ങൾ ഒരു 6 മാസത്തിൽ കൂടുമ്പോൾ നിങ്ങളൊന്ന് റെഗുലറായിട്ടൊരു ബോഡി ചെക്കപ്പ് ചെയ്യുക. അപ്പം അതിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം എത്രയാണ് യൂറിക് ആസിഡിൻ്റെ റേഞ്ച് എന്നുള്ളത്. ചിലർക്ക് യൂറിക് ആസിഡ് ഹൈ ആയി കഴിഞ്ഞാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കില്ല. എന്നാൽ ചിലർക്കൊരു 6 അല്ലെങ്കിൽ ഒരു 5 ആകുമ്പോഴേക്കും യൂറിക് ആസിഡിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുമ്പോൾ നിങ്ങളൊന്ന് ബോഡി ചെക്കപ്പ് ചെയ്യാൻ നോക്കുക. ഇനി യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ കോംപ്ലിക്കേഷനിലേക്കാണ് ലീഡ് ചെയ്യുക? നമ്പർ 1 എന്ന് പറയുന്നത് ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവേദന വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ കാരണം ആ ഒരു ഭാഗത്ത് വേദനയും അതുപോലെ തന്നെ നീർക്കെട്ടും വരും. നമ്പർ 2 ആണ് കിഡ്നി സ്റ്റോൺ. അപ്പം റെക്കറൻ്റ് ആയിട്ട് ഇപ്പോൾ യൂറിക് ആസിഡ് ഹൈ ആയിട്ട് നിൽക്കുന്നവരിലാണെങ്കിൽ ഒരു 80% ഒരു കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കിഡ്നി സ്റ്റോൺ അത് സൈസ് കൂടുതലാണെങ്കിൽ അത് വീണ്ടും വേറെ കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഒ പിയിൽ വരുന്ന എല്ലാവരും പറയുന്നതാണ് മെഡിസിൻ അല്ലാതെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെറിയ പൊടിക്കൈകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്കായിട്ട് ഞാൻ 2 പൊടിക്കൈകൾ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങൾ പൊടിക്കൈകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടതാണ്. അപ്പം ഞാൻ 2 പൊടിക്കൈകൾ പറഞ്ഞു തരാം. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് മഞ്ഞൾ, ഒരു ചെറിയ പീസ് കറുകാപ്പട്ട, അതുപോലെ കുറച്ച് പച്ച കുരുമുളക് ചതച്ചതിന് ശേഷം 3 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെട്ടിത്തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ വെട്ടിത്തിളപ്പിക്കുക. അത് ഒരു 11 മണി മുതൽ 4 മണിക്കുള്ളിൽ നിങ്ങൾ കുടിക്കുക. ദിവസവും ഒരു 2 ആഴ്ച നിങ്ങൾ കുടിക്കുക. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്പർ 2 എന്ന് പറയുന്നത് പപ്പായ ടീ ആണ്. അതായത് പച്ച പപ്പായ എടുക്കുക, അതിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ആൻഡ് ഒരു ചെറിയ പീസ് കറുകാപ്പട്ട ഇട്ടതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം ഒരു ടീ ആയിട്ട് നിങ്ങൾ കുടിക്കുക. ഇത് നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കും. ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ, ഇതിന് പുറമേ തന്നെ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 20 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കുടിക്കുക. നിങ്ങൾ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് കുറയും. അപ്പം ഈ യൂറിക് ആസിഡിനെ നമുക്ക് മൂത്രത്തിലൂടെ കളയാൻ പറ്റില്ല. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ യൂറിക് ആസിഡ് സ്റ്റിൽ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, യൂറിക് ആസിഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്താണ് ചികിത്സ നടത്തുന്നത്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫോൺ വഴി നിങ്ങളെ വിളിച്ചതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്നതായിരിക്കും. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.